സ്വർഗത്തിന്റെ 2 കവാടങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തുണ്ട്. അതിലൊന്ന് ഉമ്മയാണ്, മറ്റൊന്ന് വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേത് നാട്ടിലാണ് ഞാൻ പറയുന്നതെന്ന ബോധം എനിക്കുണ്ട്. ഇത് ഏത് ജില്ലയിലാണ് ഞാൻ പറയുന്നതെന്ന ബോധം എനിക്കുണ്ട്. 18 വയസ്സ് വരെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട സ്നേഹസമ്പന്നയായ ആ മാതാവിനെ ധിക്കരിച്ചുകൊണ്ട് ഇന്നലെ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ പരിചയപ്പെട്ട കാമുകന്റെ കൂടെ ഇറങ്ങി ഓടുന്ന ഈമാനില്ലാത്ത പെൺകുട്ടികൾ നമുക്കിടയിലുണ്ടെന്ന വിശ്വാസത്തോടു കൂടിയാ പറയുന്നത്. എന്റെ പൊന്നുമോളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാതാവിന്റെ മനസ്സിൽ സങ്കടത്തിന്റെ നീറ്റലുണ്ടാകയിട്ട് ലോകത്തെവിടെ പോയാലും അല്ലാഹു നിനക്ക് വിജയം തരില്ല. നിന്നെ വേദനയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന പിതാവ്, നിന്റെ കൈവെള്ള പിടിച്ചുകൊണ്ട് നിന്നെ നടത്താൻ പഠിപ്പിച്ച പിതാവ്, നിനക്ക് ഭക്ഷണം തന്ന പ്രിയപ്പെട്ട പിതാവ്, ആ പ്രിയപ്പെട്ട പിതാവിന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തിയാൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സ്വർഗത്തിന്റെ കവാടം നിന്റെ ഉമ്മയും വാപ്പയുമാണ്. എത്ര വളർന്നാലും, എത്ര ഉയർന്നാലും, എത്ര സ്ഥാനം നേടിയാലും, എത്ര സമ്പാദിച്ചാലും, എത്ര പുരോഗതിയുടെ പടവുകൾ ഒരു കിളിയെ പോലെ പറന്നകന്നു പോയാലും മാതാപിതാക്കളുടെ മനസ്സിൽ സങ്കടപ്പെടുത്തിയാൽ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഇതൊരു ആണിനോടുള്ള പ്രഖ്യാപനമല്ല, ഇതൊരു പെണ്ണിനോട് മാത്രമുള്ള പ്രഖ്യാപനമല്ല, ഈ ഉമ്മത്തിന് മുഴുവനായിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന പ്രഖ്യാപനമാണ്. ഇന്ന് മക്കളെ പ്രസവിച്ചിട്ട് നോക്കാൻ മക്കളില്ലാതെ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് വിഷമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വൃദ്ധസദനത്തിന്റെ അകത്ത് കഴിഞ്ഞുകൂടുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഒരു വൃദ്ധസദനം ഞാൻ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അല്ലാഹുവേ, 10-40ഓളം വരുന്ന ഉമ്മമാരതിന്റെ അകത്ത് കഴിയുന്നുണ്ട്. 10-40ഓളം വരുന്ന ഉമ്മമാര് കഴിയുന്നുണ്ട്. ആ 40 ഉമ്മമാരിൽ 12 മക്കളെ പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്. 12 മക്കളെ പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്. അവരെ ഇന്ന് നോക്കുന്നത് വൃദ്ധസദനത്തിന്റെ സ്റ്റാഫാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരെ കാലൊന്ന് വേദനിച്ചാൽ ആ കാലൊന്ന് തടവി കൊടുക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് വേണ്ടി ഖിദ്മത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച പെൺകുട്ടികളാണെങ്കിൽ എന്തരിഞ്ഞാല് വന്ന് പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഹദിയ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മനോഹരമായ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ മഴ വേടുന്ന വേഴാമ്പുകളെ പോലെ ആവേശത്തോടെ പഠിച്ചുകൂടിയ ഈ ജനസാഗരത്തിനോട് പറയുകയാണ്, മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മുടെ ഹദിയായി കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഹദിയായി നമ്മുടെ ജീവിതം അങ്ങോട്ട് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എങ്കിലും നമുക്ക് സ്വർഗ്ഗം കിട്ടൂ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ അബൂദാബിയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. ഉമ്മയെയും ഉപ്പയെയും വല്ലാതെ സ്നേഹിക്കുന്നു. അവർ നാട്ടിൽ വന്ന് പള്ളി വെച്ചു കൊടുക്കുമ്പോൾ ഉമ്മയുടെ പേരെഴുതണമെന്ന് വാശി പിടിക്കുന്നത് ഉമ്മയോടുള്ള മഹബത്ത് കൊണ്ടാണ്, വാപ്പയോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു. നമ്മുടെ ഉമ്മയുടെ മുഖവും ഉമ്മയുടെ മനസ്സും ഉമ്മയുടെ രൂപവും നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് എല്ലാവരും. ഞാൻ എൻ്റെ ഉമ്മയുടെ മനസ്സ് കൊണ്ടുവരികയാണ്. ഞാനിപ്പോ 3-4 ദിവസം നാട്ടിലായിരുന്നു പ്രോഗ്രാം. അത് കഴിഞ്ഞിപ്പോ ഇവിടേക്ക് വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ യാത്ര ചോദിച്ചു ദ്വാരം നിങ്ങളോട് പറഞ്ഞു വിടുമ്പോ ആ ഉമ്മയുടെ വീടിന്റെ മുമ്പിലിരുന്ന ഉമ്മയുടെ മുഖം എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരികയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാ സഹോദരങ്ങളും, ഇതൊരു പ്രസംഗം കേൾക്കുന്ന പോലെ ആവരുത്, നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളുടെ ഉമ്മയെ. മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ എൻ്റെ ഉമ്മയുടെ മുഖം കൊണ്ടുവന്നു. എല്ലാവരും കൊണ്ടുവന്നില്ലേ? അല്ലാഹു തആല ആ ഒരു കൊണ്ടുവരൽ തന്നെ നമ്മുടെ ഉമ്മയുടെ പൊരുത്തത്തിനൊരു വലിയ കാര്യം. ഇത്രയും വലിയ സദസ്സിൽ നമ്മളെ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ ഒന്ന് ഓർക്കാൻ കഴിയുന്നത് തന്നെ വലിയ തൗഫീഖാണ്. എല്ലാവരും അവരുടെ ഉമ്മയെ മനസ്സിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മുടെ ഉമ്മാക്ക് വലിയ സൗന്ദര്യവും ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും കല്യാണത്തിന്റെ സമയത്ത് നമ്മുടെ ഉമ്മ എത്ര സുന്ദരിയായിരുന്നിരിക്കണം. നമ്മുടെ ഉമ്മയെ കല്യാണം കഴിക്കുന്ന ആദ്യ സമയത്ത് നമ്മുടെ ഉമ്മയുടെ സൗന്ദര്യം എത്രയായിരിക്കണം. ആ ഉമ്മയുടെ കണ്ണുകൾ ഇന്ന് കുഴിയിൽ വീണു പോകാൻ കാരണമെന്തേ? ആ പ്രിയപ്പെട്ട ഉമ്മയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണമെന്തേ? അല്ലാഹുവേ,
മക്കളാകുന്ന നമുക്ക് വേണ്ടി ജീവിച്ച് വാർദ്ധക്യത്തിന്റെ പടുങ്കുടിയിൽ വീണതുകൊണ്ടല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉദരത്തിനകത്ത് ആദ്യമായി ഒരു കുഞ്ഞിന്റെ ചലനമുണ്ടാകുന്ന ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പോയിട്ട് ആ ഉമ്മ പറയുകയാണ്, ഞാനൊരു ഉമ്മയാകാൻ പോവുകയാണ്. കൈ ഇങ്ങനെ വയറ്റിലേക്ക് വെച്ചിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, അൽഹംദുലില്ലാഹ്. അന്ന് എം പി അഷ്റഫ് സാഹിബ് പറഞ്ഞിട്ടില്ല, നൗഷാദ് ബാഖവി പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ഉമ്മയുടെ ഉദരത്തിനകത്ത് വന്ന് വീണതേ ഉള്ളൂ, ചെറിയ തുള്ളികളായി വന്ന് വീണതേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അന്ന് തന്നെ നമ്മുടെ ഉമ്മ കൈകൊണ്ട് വയറ്റിലേക്ക് വെച്ചിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു കേടുകൂടാറ്, ഒരു പ്രയാസം കൂടാറ് എന്റെ തങ്കക്കുടത്തിനെ പുറത്തു കൊണ്ട് വരണേ അല്ലാഹ്. ഓരോ മാസവും ഉമ്മയുടെ വയറിങ്ങനെ വളരുകയാണ്. പഴയതുപോലെ ഉമ്മാക്ക് എല്ലാ ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. എപ്പോഴും നമ്മളോടുള്ള ശ്രദ്ധയാണ്, എന്റെ കുഞ്ഞല്ലേ എന്റെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ്. അല്ലാഹുവേ, ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, ഉറങ്ങുന്നത് നമുക്ക് വേണ്ടിയാണ്, വിശ്രമിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. വയറ് വലുതാകുമ്പോൾ ഒരു 8.5 മാസം 9 മാസമൊക്കെ ആകുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉമ്മ എന്തുമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. കുഞ്ഞു വയറ്റിന്റെ അകത്ത് നിറഞ്ഞു കിടക്കുന്ന ഗർഭാശയത്തിലെ വെള്ളത്തിനകത്ത് കുഞ്ഞു കിടന്ന് കൈകാലിട്ടടിക്കുമ്പോ അല്ലാഹുവേ, പ്രസവത്തിന് സമയമാവുകയാണ്. ലേബർ റൂമിന്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കിടത്തി കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ അന്ന് പഴയകാലത്ത് പ്രസവിക്കുന്നത് വീട്ടിലാണെങ്കിൽ ആ റൂമിന്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കയറ്റുകയാണ്. അല്ലാഹുവേ, കുറച്ചു കഴിയുമ്പോ ഒരു നിലവിളിയാണ്, കുറച്ചു കഴിയുമ്പോ ഒരു നിലവിളിയാണ്. ഇന്ന് വരെ ഒരു പെണ്ണും അതുപോലെ നിലവിളിച്ചിട്ടില്ല. അത്രത്തോളം തന്റെ വായ തുറന്നിട്ട് ആ പെണ്ണ് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവേ, ഞാനും നിങ്ങളും പുറത്തേക്ക് വരികയാണ്. പുറത്തു വന്ന എന്നെയും നിങ്ങളെയും ഉമ്മ കാണുമ്പോ തന്നെ ഉമ്മാടെ വേദന മാറുകയാണ്. 1000 ഞരമ്പുകളെ ഒരുമിച്ചറുത്തു മാറ്റുന്ന വേദനയാണ് പ്രസവത്തിനുള്ളത്. പുറത്തു വന്ന ഞങ്ങളെ കാണുമ്പോ ആ വേദന നമുക്ക് വേണ്ടി ഉമ്മ മറക്കുകയാണ്. നമ്മ വാരിയെടുത്ത് 2 കവിളത്ത് മുത്തം തരികയാണ്. അല്ലാഹുവേ, തൊണ്ട വരണ്ടുണങ്ങി പൊട്ടിക്കരയുന്ന നമ്മുടെ ചുണ്ടുകളകത്തിയിട്ട് പ്രിയപ്പെട്ട ഉമ്മമാരിടത്തിലെ പനിനീരിനേക്കാൾ മധുരമുള്ള ആ മാരിടത്തിലെ അമ്മിഞ്ഞപ്പാല് നമ്മുടെ തൊണ്ടയിലേക്ക് തരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പിന്നെ നമ്മളെ ഉമ്മയല്ലേ വളർത്തുന്നത്? ഉമ്മ എന്നാണ് നമ്മൾ ആദ്യം വിളിച്ചത്. ചെറുപ്പക്കാരാ, ഇന്ന് നിനക്ക് ഉമ്മയെ വേണ്ട, ഇന്ന് നിനക്ക് വാപ്പയെ വേണ്ട. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കുഞ്ഞ് സംസാരിച്ചത് ഉമ്മയെന്നാണ്. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ വിളിച്ചത് ഉമ്മയെന്നാണ്. ആ കരയുമ്പോഴുമ്മ, ഉറക്കാൻ പോകുമ്പോഴുമ്മ, ഉണരുമ്പോഴുമ്മ, വിശക്കുമ്പോഴുമ്മ, പേടിക്കുമ്പോഴുമ്മ, എപ്പോഴും ഉമ്മ 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 എന്ന ഒരു വിളി മാത്രമാണ് എന്റെ സഹോദരാ നമുക്കറിയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ഭക്ഷണം തരികയാണ്, നമുക്ക് പാല് തരികയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ പ്രിയപ്പെട്ട ഉമ്മ ഓടി വന്നിട്ട് നമ്മെ വാരിയെടുക്കുകയാണ്. നമ്മുടെ കരച്ചിൽ കേട്ടാൽ എവിടെയാണെങ്കിലും ആ പ്രിയപ്പെട്ട ഉമ്മ കയ്യിൽ എന്തുണ്ടെങ്കിലും അതെല്ലാം കളഞ്ഞിട്ട് ഓടി വരികയാ. ആ പ്രിയപ്പെട്ട ഉമ്മയെ ഇന്നെവിടെ എന്റെ അരിഞ്ഞാല് വന്ന ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ ഇന്ന് കിടക്കുന്നത് എവിടെയാ? നീ കണ്ടിട്ട് എത്ര നാളായി ചെറുപ്പക്കാരാ? നിന്റെ സഹധർമ്മിണിയുമൊത്ത് ബേക്കൽ കോട്ടയിൽ കറങ്ങി നടക്കുമ്പോ, നിന്റെ സഹധർമ്മിണിയുമൊത്ത് കാസർഗോഡ് മംഗലാപുരം ബീച്ചില് ഒട്ടകത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോ, നിന്റെ സഹധർമ്മിയുമൊത്ത് ഷാജഹാൻ മുംതാസിന് സമർപ്പിച്ചു പോയ പ്രണയ കുടീരമാകുന്ന താജ്മഹലിന്റെ മുമ്പ് പോയി സെൽഫി എടുക്കുമ്പോ, നിന്റെ പ്രിയപ്പെട്ടവളെയും മക്കളെയും കൊണ്ട് ബുർജ് ഖലീഫയിൽ പോയി ഉല്ലസിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ ഈ പറഞ്ഞ നിന്റെ ഉമ്മ എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞ നിന്റെ മാതാവ് എവിടെയാണ്? ഒന്നാലോചിച്ചു നോക്ക് പെങ്ങളെ. ഒരു പെൺകുട്ടിയാണ് പിറന്നു വീണെന്നറിഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് എന്റെ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ അല്ലാ, എന്റെ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ അല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് ജീവിച്ച ഉമ്മ എവിടെയാണ്? ഇവിടെ നമ്മുടെ ഉമ്മ. ആലോചിച്ചോക്കെ, ഇന്ന് എത്ര ദിവസമായി നമ്മുടെ ഉമ്മയെ നമ്മളൊന്ന് കണ്ടിട്ട്. ഇനി മരിച്ചുപോയവരാണെങ്കിൽ
എത്ര നാളായി ഒരു ഫാത്തിഹ. ആകെ പ്രതീക്ഷ നമ്മളല്ലേ ഉള്ളൂ നമ്മുടെ ഉമ്മാക്ക്. ആരെന്നെ മറന്നാലും എന്റെ മോൻ എന്നെ മറക്കൂല, എന്റെ മോൾ എന്നെ മറക്കൂല, ഞാൻ അവൾക്ക് അതൊക്കെ കൊടുത്തവളാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ ഖബറിന്റെ അകത്ത് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി. ഉമ്മ എവിടെ ഇരിക്കട്ടെ, വാപ്പയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. വാപ്പയെ കുറിച്ച് എന്റെ ഉപ്പയുടെ മുഖം. പരിശുദ്ധ റമദാൻ 17-ാം രാവ് വെള്ളിയാഴ്ച പ്രഭാതം 9 മണിക്ക് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട ഉപ്പയെ ഞാൻ ചിന്തിക്കുന്നു. MB മൂസ സാഹിബ് എന്ന നിങ്ങളുടെ മനോമുഖരത്തിനകത്ത് സ്നേഹത്തിന്റെ 1000 താജ്മഹൽ ഒരുമിച്ച് പണിഞ്ഞ MB അഷ്റഫ് സാഹിബിന്റെ ഉപ്പയെ അദ്ദേഹം ചിന്തിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ബഷീർ സാഹിബിന്റെ ഉപ്പയെ അദ്ദേഹം പിന്നെ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ബഷീർ ഡാട്ട് അദ്ദേഹത്തിന്റെ ഉപ്പയെ ചിന്തിക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. നടക്കൂലേ? അൽഹംദുലില്ലാ. അപ്പോ പ്രിയപ്പെട്ട ഉപ്പയെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഉപ്പയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്റെ ഉപ്പയെ കുറിച്ച് ആലോചിക്കുകയാണ്. ഒരുപാട് ഇബാദത്തുകളൊന്നും ചെയ്യാൻ എന്റെ ഉപ്പാക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവസാനം മരിക്കുമ്പോൾ നല്ല ഒരു ആബിദായ മനുഷ്യനേക്കാൾ ഈമാന്റെ പ്രഭയുള്ള മുഖത്തോടു കൂടി മരണപ്പെട്ടു. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട ഉപ്പ, ഭാര്യയാകുന്ന നമ്മുടെ ഉമ്മ ഗർഭവതിയാണെന്നറിയുമ്പോ ആദ്യമായി പറയുന്നു അൽഹംദുലില്ലാ. എന്നിട്ട് കടയിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഉമ്മാക്ക് ഉമ്മ പറയുന്നു എനിക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോ വാപ്പ പറയുകയാണ് ഇത് നിനക്കുള്ളതല്ല, ഇത് നിനക്കുള്ളതല്ല, എന്റെ പൊന്നുമോനുള്ളതാണ്, പൊന്നുമോൾക്കുള്ളതാണ്. പ്രിയപ്പെട്ട ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഉമ്മാക്ക് മരുന്ന് കൊടുക്കുന്നു, ഉമ്മയെ കൊണ്ടുപോകുന്നു, ഉമ്മയോടൊത്ത് ചികിത്സയ്ക്ക് വേണ്ടി സർവ്വസ്ഥലത്തും പോകുന്നു, ഉമ്മാക്ക് പണം ചെലവഴിക്കുന്നു, ഉമ്മയുടെ സർവ്വകാര്യങ്ങൾക്ക് വേണ്ടിയും. പ്രിയപ്പെട്ട വാപ്പ അല്ലാഹുവേ സമയം ചെലവഴിക്കുന്ന നമ്മൾ പിറന്നു വീഴുമ്പോഴോ ഹോസ്പിറ്റലും ദഗത്തളത്ത് വന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്തൊന്ന് നോക്കിയിട്ട് ഞങ്ങളെ വാരിയെടുത്ത് കവിളത്ത് മുത്തം വെച്ചിട്ട് വാപ്പ പറയുകയാണ് ഇനി എന്റെ ജീവിതം ഈ പൊന്നുമോന് വേണ്ടിയുള്ളതാ, ഇനി എന്റെ ജീവിതം ഈ പൊന്നുമോന് വേണ്ടിയുള്ളതാണ് അല്ലാഹുവേ. എന്നിട്ട് വാപ്പച്ച് നമുക്ക് ഭക്ഷണം വാരി തന്നില്ലേ, ഭക്ഷണം വാരി തന്നില്ലേ? വാപ്പ കടയിൽ പോയി വരുമ്പോ, കാസർഗോഡ് ജോലിക്ക് പോയി വരുമ്പോ, കാഞ്ഞങ്ങാട് ജോലിക്ക് പോയി വരുമ്പോ, നീലേശ്വരത്ത് ജോലിക്ക് പോയി വരുമ്പോ വീടിന്റെ മുറ്റത്ത് നമ്മൾ ആരും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, ഉമ്മ ചോദിക്കുന്നു മോനെ നീ ഉറങ്ങുന്നില്ലേ? വാപ്പ വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ. വാപ്പ വരാതെ ഞാൻ ഉറങ്ങുന്നില്ല, വാപ്പ വരാതെ ഞാൻ ഉറങ്ങുന്നില്ല. വാപ്പ വരുമ്പോ വാപ്പയുടെ കയ്യിലിരിക്കുന്ന ചെറിയ ഒരു മിഠായി പൊതി അല്ലാഹുവേ ലോകത്തെവിടെയൊക്കെ പോയി എന്തൊക്കെ സമ്മാനങ്ങൾ നൗഷാദ് വാക്കവി വാങ്ങിച്ചിട്ടുണ്ടോ? എത്ര രുചികരമായ കണ്ണൂരിന്റെയും കാസർഗോഡത്തെയും മംഗലാപുരത്തെയും സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? എന്റെ വാപ്പ പൊതിഞ്ഞുകൊണ്ടുവന്ന കടയുടെ പലഹാരത്തിന്റെ രുചിയോളം അതിന് ഞാൻ വില കൊടുത്തിട്ടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയുമ്പോ എന്റെ അരിഞ്ഞാല് വന്ന സഹോദരങ്ങളെ, വാപ്പ കൊണ്ടുവന്ന മിഠായിയുടെ രുചി നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? വലിയ പണക്കാരനായപ്പോ, വലിയ കൊട്ടാരത്തിന്റെ അധിപനായപ്പോ, വലിയ അധികാരം കിട്ടിയപ്പോ കാഞ്ഞങ്ങാടിന്റെ ചുറ്റുവട്ടത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പേര് പറയുന്ന ബിസിനസ്സുകാരനായി മാറിയപ്പോ നിന്റെ പ്രിയപ്പെട്ട വാപ്പായ മറന്നോ? മാതാവിന്റെയും പിതാവിന്റെയും കാൽ കീഴിലാണ് അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന സ്വർഗമെന്ന് നിങ്ങൾ മറക്കണ്ട. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അം തുഫ്സിദൂ ഫിൽ അർള് വതുഖത്തിഉ അർഹാമകും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. അല്ലാഹ് പറയുകയാണ് ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരെ, ബന്ധത്തിന് വില കൊടുക്കാത്തവരെ, ബന്ധങ്ങളെ തകർത്തെറിയുന്നവരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപമെന്ന് പരിശുദ്ധ ഖുർആൻ. ഉമ്മയുടെയും വാപ്പയുടെയും ബന്ധം മാത്രമല്ല, എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുന്നവർക്ക് അല്ലാഹുവിന്റെ ശാപം എന്ന് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മളോട് പറയുന്നു
ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين. നിന്നെ ഗർഭം ചുമന്ന കാലഘട്ടത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. 2 വർഷം നിനക്ക് നിന്റെ ഉമ്മ മുലപ്പാല് തന്നതിനെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, ആകാശത്തിന്റെ അധിപനാറ് എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോ, ഭൂമിയുടെ അധിപനാറ് എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോ, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുമ്പോ, വലിവാലിദൈ അനിഷ്കുറുലി വലിവാലിദൈ